ഗൈസ്, നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതേ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഫോട്ടോസിന്റെ പിമ്പിൾസ് മാറ്റിയിട്ട് നമ്മളെ സ്കിൻ എങ്ങനെ സ്മൂത്തൻ ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു എഡിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് റൂം ആപ്പിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ആദ്യം ഇതേപോലെ ഗാലറിയിൽ ഓപ്പൺ ചെയ്തിടാം. അതിനുശേഷം നിങ്ങൾ ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ലൈറ്റ് റൂം ആപ്പ് എടുക്കുക. അതിൽ ആഡ് ടു ലൈറ്റ് റൂം ഉണ്ട്, എഡിറ്റിംഗ് ലൈറ്റ് റൂം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ടു ലൈറ്റ് റൂമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് റൂമിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും താഴത്ത് 3 ടാബ് കാണുന്നത്. ഒന്ന് ഗാലറി, പിന്നെ സെൻട്രൽ ലൈറ്റ് റൂം, റൈറ്റ് സൈഡിൽ കമ്മ്യൂട്ട്. അതിൽ ലൈറ്റ് റൂം എന്നുള്ള നടുക്ക് കാണുന്ന ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസ് എല്ലാം തന്നെ ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിലായിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പോൾ നമ്മളെ സ്ക്രീൻ റൊട്ടേഷൻ ഇതേപോലെ ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾക്ക് ഇനി ഇൻ്റർഫേസിൽ ഓടാവുക. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും താഴത്തെ റിമൂവ് എന്ന് പറഞ്ഞ ടൂൾ കാണാം. ആ ടൂൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാം. അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ റിമൂവാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ ജനറേറ്റീവ് AI എന്നുള്ള ഫീച്ചർ ഓണാക്കി ഇടുക. ഇനി ബ്രഷിൻ്റെ സൈസ് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 15 കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ ബ്രഷ് ടൂള് സൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിനി ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ കുറച്ച് സൂം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതേ രീതിയിൽ നല്ല സൂം ചെയ്യാം. അത് നമ്മൾക്ക് ആദ്യം ഈ ഫോർഹെഡിലുള്ള ഈ ഒരു പിമ്പിൾസൊക്കെ കളയാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പിമ്പിൾസിൻ്റെ അവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഇതിൽ ജനറേറ്റീവ് AI ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ തന്നെ അതിൻ്റെ പിമ്പിൾസൊക്കെ ഡിറ്റക്ട് ചെയ്ത് അതെല്ലാം റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മൾക്ക് ഫേസ് എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു അക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ സ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഒരു ക്ലിക്കിൽ സ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലത് നമ്മൾക്ക് കുറച്ച് ഒരു കപ്പിൾ ഓഫ് പിമ്പിൾസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഫോട്ടോയിലുള്ള അത്യാവശ്യം പിമ്പിൾസ് എല്ലാം തന്നെ പോയിട്ടുണ്ട്. നമുക്ക് ഇനിയും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പോട്ടിലും പോയിട്ട് ഇതേപോലെ റീടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്കിൻ കുറച്ചും കൂടി സ്മൂത്തൻ ചെയ്യാനുണ്ട്. അതായത് നമ്മളുടെ പഴയ ഫോട്ടോ നമ്മൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ചേഞ്ചസ് അൺഡു ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മുകളിൽ ഈ കാണുന്ന ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഈ ഒരു റീസെറ്റ് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അൺഡു ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത ചേഞ്ചസൊക്കെ അൺഡു ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ പഴയ ആ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോ നമ്മളെ വ്യത്യാസം നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ആ ഒരു പഴയ ആ ഒരു പിമ്പിൾസ് ഉള്ള ഫോട്ടോയും അതേപോലെ ഇപ്പോഴത്തെ ഫോട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രീനിൽ നിന്ന് കൈ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ക്രീനിൽ കുറച്ച് ടെക്സ്റ്റേഴ്സും അതേപോലെ കുറച്ച് റെഡിഷ് ആയിട്ടുള്ള കുറച്ച് ഏരിയസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്മൂത്തൻ ചെയ്യണം നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പിമ്പിൾസ് റിമൂവിന് ശേഷം ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മാസ്കിംഗ് എന്നുള്ള ഒരു ടൂളാണ്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ടാബ് വരും. ശേഷം ബ്രഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ കാണുന്ന സൈസസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇമേജ് കുറച്ച് സൂം ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ജസ്റ്റ് ഈ സ്കിന്നിൻ്റെ ഭാഗത്ത് നിങ്ങളിങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫേസിലെ സ്കിൻ മാത്രം ഈ ഒരു റെഡ് ഏരിയ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഐസൊന്നും എന്താ പറയുക, ആ റെഡ് ഫീൽ വരരുത്. ജസ്റ്റ് ഫേസിലുള്ള സ്കിൻസ് മാത്രം ഈ റെഡിഷ് മാസ്കിങ് നമുക്ക് ചെയ്താൽ മതി. അതേപോലെ ലിപ്സിൻ്റെ ഏരിയ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് ചുറ്റിനുള്ള സ്കിൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫേസ് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വരേണ്ടത് ഈ ഒരു എഫക്ട്സ് എന്നുള്ള ആ ഒരു പ്രീസെറ്റ് എടുക്കുക. അതിൽ നിങ്ങൾ ഈ ടെക്സ്ചർ എന്നുള്ളത് കുറയ്ക്കുക ആദ്യം. അപ്പോൾ ടെക്സ്ചർ കുറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, സ്കിന്ന് സോഫ്റ്റ് ആണെന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം ക്ലാരിറ്റിയും കുറക്കുക. ഓക്കെ, ഇനി ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് ഇവിടെ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഫോട്ടോനേക്കാളും നല്ല മികച്ചതായിട്ട് നമ്മളുടെ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനിയും നമ്മൾക്കൊന്നും കൂടി സോഫ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് മാസ്കിങ്ങിൽ തന്നെ പോവാം. പുതിയൊരു മാസ്ക് പിന്നെ വീണ്ടും ആഡ് ചെയ്യുക. അതിൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് ഇനി ഏതെങ്കിലും കുറച്ച് ഭാഗത്തും കൂടി കൂടുതലായിട്ട് നമുക്ക് ഇനി ഒരു മാസ്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് എഫക്ട്സിൽ പോവുക. എന്നിട്ട് ഇതാണ് രീതിയിൽ ടെക്സ്ചർ കുറയ്ക്കുക, ക്ലാരിറ്റി കുറയ്ക്കുക. വൺസ് നമ്മൾ എഡിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾക്ക് സേവ് കോപ്പി ടു ഡിവൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിവൈസിലേക്ക് ഈ ഒരു ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. അതേപോലെ നമുക്ക് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഷെയർ ചെയ്യണമെങ്കിൽ രണ്ടാമതുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. അതേപോലെ നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ എക്സ്പോർട്ട് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മളുടെ ഈ ഒരു ഡയമെൻഷൻസ് ലാർജസ്റ്റ് അവൈലബിൾ ഡയമെൻഷൻസും അതേപോലെ ക്വാളിറ്റി 100% ആക്കുക. ഓക്കെ, അത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ പോപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മളുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ട്യൂട്ടോറിയൽ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള പല ട്യൂട്ടോറിയൽസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ആസ്പിറൻസ് ഉള്ള ഫ്രണ്ട്സിന്